ശതാബ്ദി സമാപന സമ്മേളനത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ഇപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരിക്കുകയാണ്. എല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ എല്ലാവരും ഉണർത്താനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അത് പ്രധാനമായി ശ്രദ്ധിക്കണം എല്ലാവരും എന്നാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്. പിന്നീട് ഇവിടെ ചില പ്രത്യേകമാവുന്ന പദ്ധതികൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികത്തോടനുബന്ധിച്ചു കൊണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒന്നാമതായിട്ടുള്ളത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാന്ന 5 കൊല്ലത്തിനുള്ള പദ്ധതിയാണ്. അതെ, മുസ്തഫ പറഞ്ഞത് 5 കൊല്ലത്തിനുള്ള പദ്ധതിയാണെന്ന്. അപ്പൊ ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 5 കൊല്ലത്തിന്റെ പദ്ധതികൾ സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒക്കെ ഇപ്പോഴുണ്ട്. പക്ഷെ ഔദ്യോഗികമായി കൊണ്ട് അത് വ്യാപിപ്പിക്കാന്നുള്ളത്. മറ്റൊന്ന്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അത് ഇതിൽ നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും ഇന്ന് ഇവിടെ വിദേശത്ത് ഹൈദരാബാദിൽ നിന്നൊക്കെ വന്ന ചില പണ്ഡിതന്മാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എന്താണ് ഞങ്ങൾ ഈ കാണുന്നത്, ഇതിൻ്റെയൊക്കെ അത്ഭുതങ്ങളും ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഇങ്ങനെ എന്നോട് വലിയ അത്ഭുതം പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിന്റെ ശാഖകൾ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്റ്റേറ്റുകളിലും അത് രൂപീകരിക്കണം. ആന്ധ്ര പോലത്തെ ഹൈദരാബാദ് സ്ഥലങ്ങളിൽ രൂപീകരിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ വേണം. നമ്മുടെ തത്വങ്ങളോടും നമ്മുടെ നിലപാടുകളോടും നമ്മുടെ ആശയങ്ങളോടൊക്കെ യോജിക്കുന്ന പണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. അവരല്ലേ ചേർക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വിദ്യാർത്ഥികാരനായ ഒരു പണ്ഡിതനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കർണാടക സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ ആന്ധ്ര സ്റ്റേറ്റിന്റെ ഒക്കെ പ്രസിഡന്റ് ആക്കി തീർത്താല് അയാളെ വിദ്യാർത്ഥി പറയുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഖിലേന്ത്യാ സ്ഥലത്തിൽ ഒരു അഖിലേന്ത്യ ഉണ്ടാക്കാൻ നമുക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നല്ല. അങ്ങനെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ട്. ചിലരെ മാത്രം ഒരു പണിയാണ് അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമയൊക്കെ ഉണ്ടാക്കാൻ. അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാൻ നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞങ്ങൾ അതിനെ പറ്റി ആലോചിക്കുകയാണ്. അഖിലേന്ത്യാ ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയാൽ അതിലുള്ളതായ അതിന്റെ പ്രസിഡന്റ്, അതിന്റെ സെക്രട്ടറി, അതിന്റെ ട്രഷറർ, അതിന്റെ ഖജാൻജി, അതിന്റെ അംഗങ്ങളൊക്കെ ആരാവണം, എങ്ങനെയാവണം? അവര് നമ്മളെ ഇപ്പൊ ഇവിടെ MT ഉസ്താദ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, 4 മദ്ഹബിനെ സ്വീകരിക്കണം. അത് വളരെ ഉറപ്പാണ്. എന്നാലും 4 മദ്ഹബിനെ സ്വീകരിക്കാതെ നമ്മളെ മാരിക്കുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയൂല. നമ്മളെ ഫിഖ്ഹിയാവുന്ന മസലകള് പിന്നെ ചില ആളെ പറഞ്ഞ പലതും കൂടി മുക്കൂട്ടായിട്ടുള്ള ജീവിതം ഉണ്ടല്ലോ, അതിന്ന് കുറച്ചെടുത്ത് ഇതിന്ന് കുറച്ചെടുത്ത് അതിന്ന് കുറച്ചെടുത്ത് ആ പണി പറ്റൂല. 4 മദ്ഹബിനെ സ്വീകരിക്കണം. ആ സ്വീകരിച്ചുകൊണ്ട് ആ റൂട്ടിൽ കൂടി തന്നെ ഒരു വിഷയത്തിൽ ഒരു മദ്ഹബിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ മറ്റേ മദ്ഹബിൽ നിന്നുള്ള കുറച്ചും ഈ മദ്ഹബിൽ നിന്നുള്ള കുറച്ചും അതിൽ നിന്നുള്ള കുറച്ചും കൂടി കൂട്ടിക്കൊണ്ടുള്ള പണി പറ്റൂല. അതുകൊണ്ട് 4 മദ്ഹബിനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 4 മദ്ഹബിനെ സ്വീകരിച്ചുകൊണ്ടും വിശ്വാസപരമായി മഹാന്മാരാവുന്ന അബുൽ അശ്അരി തങ്ങളും മഹാനാവുന്ന ഇമാം മാതുരിദി തങ്ങളും അവര് വിശദീകരിച്ച് തന്ന ആ മാർഗങ്ങളിൽ കൂടിയായിട്ട് നിൽക്കണം. അല്ലാഞ്ഞാൽ നമ്മളെ ഈമാൻ പേച്ചു പോവും, നമ്മുടെ അമലുകൾ പേച്ചു പോവും, നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പേച്ചു പോവും. അതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നല്ല ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായമാണത്. 4 മദ്ഹബ് സ്വീകരിക്കണം. എന്നൊക്കെ മഹാന്മാർ രേഖപ്പെടുത്താനുള്ള കാരണം അതാണ്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതായ ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ അഖിലേന്ത്യാ തലത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മൾ മുതിരാത്ത്. എപ്പോഴും നമ്മളെ ആളുകൾ പലരും പറയുന്നുണ്ട് അഖിലേന്ത്യാ തലത്തിൽ കമ്മിറ്റി ഉണ്ടാക്കണം. അപ്പൊ രണ്ടാമത്തെ ഒന്ന് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയാണ്. പിന്നെ അതിൽ തന്നെ സമസ്ത സൈനിറ്ററി എഡ്യൂസിറ്റി അതും സമസ്ത കേരള ബഹുമാനപ്പെട്ട യൂസുഫ് അലി സാഹിബിൻ്റെ അടുത്ത് അതിൻ്റെ ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒപ്പാർ മുഹമ്മദ് അലി സാഹിബിൻ്റെ അടുത്തും കൊടുക്കും. അവരൊക്കെ ആലോചിച്ചിട്ട് വേണ്ടത്, അവരെ പോലത്തെ പലരും സ്റ്റേജിലുണ്ട്, അവരൊക്കെ ആ വിഷയത്തിൽ വേണ്ടതുപോലെ ചെയ്തു തരണം. പിന്നെ തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറഞ്ഞാൽ അത് ആദ്യം തന്നെ നമ്മൾ തുടങ്ങി വെച്ചതായതുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ അത് പെട്ടത് തന്നെയാണ്. പക്ഷെ അതിന് പ്രത്യേകമാവുന്ന ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. അത് മുമ്പ് തന്നെ കുറെ കാലം ഈ ബഹുമാനപ്പെട്ട MT ഉസ്താദ് അതിന്റെ വയ്യാലായി കൊണ്ട് ഓടുകയാണ് തമിഴ്നാട്ടിലേക്ക്. അപ്പൊ ഈ പദ്ധതിയിൽ ഇതിൽ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ലേണിംഗ് വില്ലേജ്, ഈ മദ്രസ സംവിധാനം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയുള്ള ആസ്ഥാനം ഉണ്ടാക്കാന്ന്. ഈ ലേണിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ
പക്ഷെ അത് കൂടുതൽ സൗകര്യങ്ങൾ വേണം. ആ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടുള്ള ചില പ്രയാസങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഒരു ആസ്ഥാനം സ്ഥാപിക്കാം. ദേശീയ തലത്തിൽ പ്രധാന നഗരങ്ങളിലൊക്കെ സമസ്തയുടെ ആസ്ഥാനം നിർമ്മിക്കാം. പ്രധാന നഗരങ്ങളിൽ സ്റ്റുഡൻറ് ഹോസ്റ്റൽ നിർമ്മാണം, അത് ഇൻ്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം, റീഹാബിലേഷൻ സെൻറ്റർ, സ്പെഷ്യൽ സ്കൂളുകൾ, മെഡിക്കൽ കെയർ സെൻറ്റർ, 10,313 നാസികളാവുന്ന ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിന് സമർപ്പിക്കാം. അതുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഈ 100ാം വാർഷിക പദ്ധതിയോടുകൂടി ഇവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്ന നമ്മുടെ പദ്ധതികൾ. അപ്പോൾ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഞാൻ മുഖ്യമന്ത്രി മൂപ്പർക്ക് പോകാണ്ട്, അങ്ങനെ പലരും പോകാൻ തങ്ങൾക്ക് പോകാണ്ടൊക്കെ ധൃതിയുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മൂപ്പരോട് ഇപ്പം തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഞാൻ 30 മിനിറ്റ് എടുക്കണില്ല എന്നാണ് പറഞ്ഞത്. മൂപ്പര് പറഞ്ഞു നിങ്ങൾ എത്ര എടുത്തോളിന്നാണ് പറഞ്ഞത്. അപ്പം ഏതായാലും ഞാൻ 30 മിനിറ്റ് ഒന്നും എടുക്കണില്ല, ഞാൻ ചെറിയ നിൽക്ക് ആ ഓതിയ ആയത്തിനൊന്ന് വിവരിച്ചു കൊണ്ടിട്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് കുന്തു ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ് എന്നാണ്, നല്ല സമൂഹം എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു ആയത്ത് വക്കദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചത് നമ്മളെ പറ്റി ഉമ്മത്തൻ വസത്തൻ എന്നാണ്. നമ്മളെല്ലാ നിലക്കും നീതിയുള്ളതായ ഒരു സമൂഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർക്ക് ചെയ്തു കൊടുത്ത പല അനുഗ്രഹങ്ങളും പറഞ്ഞു. ആ അനുഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം പറയണം വക്കദാലിക ജഅൽനാകും, നബിയെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉമ്മത്തും വസത്താക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു. അതല്ലെങ്കിൽ ഈ അപ്രകാരം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും പോവല്ല. എങ്കിലും അതിൽ മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പറഞ്ഞ ഒരു അഭിപ്രായം, ആ അഭിപ്രായം എന്താന്ന് പറഞ്ഞാൽ റാബി ഊഹ യഅ്തമിലു ഇന്ദി അയ്യക്കൂന തഖ്ദീറു വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഹാദിഹിൽ ജിഹാതു ബഅദ ഇസ്തിവാഇഹാ ഫീ ഖൗലിഹാ മിൽകൻ ലില്ലാഹി തആല ഖസ്സ ബഅദഹാ ബിമസീദി തശ്രീഹി വതക്രീം ബിഅൻ ജഅലഹു ഖിബ്ലതൻ ഫളലൻ മിൻഹു വഹിസാന. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ എല്ലാ ദിക്കുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അധീനത്തിൽ പെട്ടതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ വിശുദ്ധമാവുന്നതായ കഅബത്തിനെ ഖിബിലയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു. അപ്പോൾ കഅബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബിലയായി കൊണ്ട് നമുക്ക് നൽകിയതുപോലെ ജഅൽനാകും ഉമ്മത്തൻ വസത്ത, നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വസത്താവുന്നതായ, വസത്ത് എന്ന് പറഞ്ഞത് ആ വാക്കിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ഈ അവസരത്തിൽ കടക്കല്ല. മഹാന്മാരാവുന്ന ഇമ്മത്ത് പല അർത്ഥങ്ങളും എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉമ്മത്ത് വസത്താവുന്ന, വളരെ നീതിമാന്മാരാവുന്ന, വളരെ വിശുദ്ധരാവുന്ന ഒരു ഉമ്മത്ത് എന്നാണ് നമ്മളെ പറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ ആവുന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളെ കൂട്ടത്തില് വിശുദ്ധന്മാരാവുന്ന, ഷഹാദത്തിനക്ക് പറ്റുന്നതായ, വസത്താവുന്നതായ ഒരു വിഭാഗം നമ്മളെ കൂട്ടത്തിലുണ്ട് എന്ന്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുകയാണ് വസത്താവുന്ന ഉമ്മത്ത് ആയിക്കൊണ്ട് നിങ്ങളെ അല്ലാഹു ആക്കാനുള്ള കാരണം എന്താ? ലിതകൂനു ശുഹദാ അലന്നാസ്, എല്ലാ ജനങ്ങൾക്കും സാക്ഷി പറയുന്നവരാവണം നിങ്ങൾ. എല്ലാ ജനങ്ങൾക്കും എവിടുന്ന് സാക്ഷി പറയാം? മരണാന്തര ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ അത് ദുന്യാവെന്നാണോ സാക്ഷി പറയേണ്ടത്, ആഖിറത്താണോ സാക്ഷി പറയേണ്ടത്? അയിമത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, മുഫസ്സിറുകൾക്ക് അതിൽ അഭിപ്രായം. പക്ഷേ മഹാന്മാരാവുന്ന മുഫസ്സിരീങ്ങൾ അവര് വളരെ അക്സറുൽ മുഫസ്സിരീങ്ങളും അധികരിച്ച മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയത് ഈ ഷഹാദത്ത് അത് ആഖിറത്തിൽ വെച്ചായിരിക്കും. അപ്പൊ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ വെച്ചുകൊണ്ട് സാക്ഷ്യം പറയാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച ഒരു കൂട്ടരാണ് നമ്മൾ. അള്ളാഹുവിനിക്ക് അറിയാത്തതുകൊണ്ടല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ബിഅന്നല്ലാഹ അസ്സ വജൽ ഖദ് ഔളഅ സുബുൽ വഅർസല റുസുൽ ഫബല്ലഗു വനസഹു വദക്കറു ഫഅൽമി മുദ്ദക്കിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ ഇവിടെ അയച്ചു. അള്ളാഹു ആ അമ്പിയാക്കന്മാര് അവരിൽ ഏൽപ്പിക്കപ്പെട്ടതായ ദൗത്യം അവർ നിർവഹിച്ചു. ജനങ്ങൾക്ക് അവർ നസീഹത്ത് ചെയ്തു, ജനങ്ങൾക്ക് വേണ്ട നിലക്കുള്ളതായ ഉപദേശങ്ങളൊക്കെ നൽകി. അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ശേഷം
ഖിയാമത്ത് സമസ്ത ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം കാസർഗോഡ് നടക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറും വേദിയിലുണ്ട് എന്നതാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് സംസാരിച്ചത്. സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോയത്. ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയും വി ഡി സതീശനും ഹസ്തദാനം നൽകിയതും ഒരു കൗതുക കാഴ്ചയായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.